പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവിനല്ലൂർ 1796 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിലാണ്. നമ്മുടെ പുതുപ്പള്ളി 148 നമ്പർ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നിന്നാണ് ഇളനീർ തീർത്ഥാടനം എല്ലാ വർഷവും പതിവ് പോലെ നടക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി 148 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇരവല്ലൂർ ശാഖയിൽ നിന്ന് പുറപ്പെടുന്ന ഇളനീർ തീർത്ഥാടനത്തിലെ എനിക്ക് സ്വാഗതം പറയാനായിട്ട് ബഹുമാനായ 148 നമ്പർ SNDP ശാഖയുടെ സെക്രട്ടറി VM രമേശ് അവർ ശ്രമിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരി SNDP യൂണിയൻ്റെ ബഹുമാനായ സെക്രട്ടറി ശ്രീ സുരേഷ് പരമേശ്വരൻ സാറ്, പുതുപ്പള്ളി ശാഖാ യോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KM ശശി അവர்கள், ഇരവനല്ലൂർ ശാഖയുടെ സെക്രട്ടറി അജി, അതുപോലെ മറ്റ് ഭാരവാഹികൾ, വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് കുടുംബയോഗം ഭാരവാഹികൾ, സഹോദരി എന്നീ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പ് നമ്മുടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ അന്നാണ് നമ്മൾ ഈ ഇളനീർ തീർത്ഥാടനം ഇവിടെ നിന്ന് ആരംഭിച്ചത്. 10ാം വർഷമാണ്. പക്ഷേ അത് ഒരു വർഷം കോവിഡ് കാലത്ത് നമ്മൾ ഒഴിവാക്കിയതുകൊണ്ട് ബാക്കി 9 വർഷവും ഇരവനല്ലൂർ ശാഖയിൽ നിന്നാണ് നമ്മൾ ഈ തീർത്ഥാടന ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ നമ്മളോട് എന്നും സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ യൂണിയൻ പോലും അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ യൂണിയൻ സെക്രട്ടറി ഇവരുടെ യൂണിയൻ സെക്രട്ടറി ജോണായത്. പക്ഷെ അല്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും എന്നും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ഇരവനല്ലൂർ ശാഖ യോഗത്തിന് ആദ്യം തന്നെ ഞാനൊരു ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി SNDP യൂണിയൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറിയും കോട്ടയം SNDP യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറുമായ പ്രിയപ്പെട്ട സുരേഷ് സാറിന് പുതുപ്പള്ളി 148 നമ്പർ ശാഖായോഗത്തിൻ്റെ പേരിൽ ഗുരുദേവ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുതുപ്പള്ളി ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KM ശശി അവരുടെ നമ്മൾ ഈ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയുടെ പേരിലും അതുപോലെ തന്നെ 148 നമ്പർ ശാഖയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വർഷങ്ങളായി നമുക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്ന ഷാജി, അജി, മറ്റ് ശാഖാ ഭാരവാഹികൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നമുക്ക് കാലാവസ്ഥ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായി തന്നെ പുറപ്പെട്ട അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. അതുപോലെ ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, കുമാരി സംഘം ഭാരവാഹികൾ, പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിരുവുത്സവം 2-3 ദിവസം കൊണ്ട് ശരിക്കും നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെയാണ് ഇന്നലെ ഒക്കെ മറ്റന്നാളൊക്കെ ഓരോരുത്തർ അവിടെ പിരിഞ്ഞു പോകും. നമുക്ക് അറിയാം, നമ്മുടെ ശാഖയിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും ദൈവ കൃപയാൽ നമുക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുള്ള ഒരു അവസരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ
10 വർഷമായി 2015 മെയ് 20-ാം തീയതി നമ്മൾ പ്രതിഷ്ഠ നടത്തിയ അന്ന് മുതലേ തിരുവല്ലൂർ ശാഖയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അവരെ നമുക്കൊരു അവസരം തരികയും അതുപോലെ ഘോഷയാത്ര താലപ്പൊലി ഘോഷയാത്ര 63-ാം നമ്പർ വികാട ശാഖയിൽ അവർ നടത്തണമെന്ന് നേരത്തെ നമ്മൾ പറയും. അതാണ് അത്രയ്ക്ക് ബഹുമാനത്തോടെയാണ് 147-ാം നമ്പർ SNDP ശാഖയെ അവർ കാണുന്നത്. പ്രത്യേകിച്ച് ശാഖമായ ഒരു ഗുരുമന്ദിരമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ക്ഷേത്രം, നമ്മുടെ മഹാക്ഷേത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടും ഒരു ഭക്തിയും അവിടെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ 147-ാം നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ ഈ അവസരം തന്ന തിരുവല്ലൂർ ശാഖയുടെ എല്ലാ പ്രവർത്തകർക്കും 147-ാം നമ്പർ SNDP പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സുരേഷ് പരാളി സാറിനെ എൻ്റെ വാക്ക് പറയാനായിട്ട് ക്ഷണിച്ചു. ശ്രീനാരായണ പരമഗുരുവേ നമഃ. ബഹുമാനായ പുതുപ്പള്ളി ശാഖയുടെ പ്രസിഡന്റ് ചേട്ടൻ, പ്രിയങ്കരായ സെക്രട്ടറി രമേശ് ചേട്ടൻ, നമുക്ക് ആതിഥേയം അരുളുന്ന ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റ് ഷായി ചേട്ടൻ, സെക്രട്ടറി സൈഡ് ചേട്ടൻ, പ്രിയങ്കരായ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്നിതിനെ നയിക്കുന്ന പ്രിയങ്കരായ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും പ്രിയങ്കരായ പ്രവർത്തകരെ, പ്രിയ ഗുരുഭക്തരെ, ഓരോ ഉത്സവാഘോഷങ്ങളും കടന്നു പോകുമ്പോൾ അതിനോടൊപ്പമുള്ള നിരവധിയായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ മനുഷ്യന് ഒരു പുതിയ ഉണർവ് പകർത്തുന്നതാണ്. ഈ രാജവീതിയിലൂടെ ഇന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഇളനീർ തീർത്ഥാടനം നടത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു 10ാമത് വർഷമാണ് ഇളനീർ തീർത്ഥാടനം നടത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആശങ്കയോടുകൂടി പറഞ്ഞു, കാലാവസ്ഥ നമ്മൊന്ന് മാറുന്നതിന് മുൻപ് പോകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചൂട് കൂടുന്നതിന് മുമ്പ് പോകാം എന്നതുകൊണ്ടാണ്. കാരണം നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് സുന്ദരികളായിരിക്കുമ്പോ ഈ വെയിൽ കൊണ്ട് കറക്കണ്ട എന്ന് കണ്ടിട്ടാവാം. പക്ഷെ എനിക്കത് കേട്ടപ്പോ തോന്നിയത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തിന് പോകുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോ തുടങ്ങിയ ഒരു ക്യൂ ഒരു 11:30 മണിയായി കാണും കേട്ടോ. ആ ക്യൂ ഏതാണ്ട് കുളനട കഴിയുന്നത് വരെ റോഡ് സൈഡിലുണ്ടായിരുന്നു. മേളിൽ നിന്നുള്ള ചൂട് മാത്രമല്ല, താഴെയും തീ കത്തിച്ചുള്ള ചൂടുണ്ടായിരുന്നു. അപ്പോ 11:30-12 മണി സമയമായപ്പോൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ സെറ്റും കൊണ്ടെടുത്ത് സുന്ദരികളായി നിന്നുകൊണ്ട് അടുപ്പ് കൂട്ടി നടു റോഡിൽ കലം വെച്ച് കത്തിച്ച് പൊങ്കാല ഇടുക. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, ചൂടൊന്നും ഈ അമ്മമാരുടെ ഒരു പ്രശ്നമല്ല. കാരണം അടിയിൽ നിന്നും മേളിൽ നിന്നും ചൂട് വന്നാലും ഒരു മേളോട്ട് നോക്കുന്നെന്ന് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തിനേയും സഹിക്കുവാനുള്ള ആ ഒരു ശക്തി ഏറ്റെടുക്കൽ ആചാരങ്ങളുടെ ഭാഗമാണ് ഓർത്തുകൊള്ളുക. പ്രതിസന്ധികളെ അതിജീവിച്ച് എല്ലാ തരത്തിലും ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അത് അറിവുകളിലൂടെ സ്വായത്തമാക്കുമ്പോൾ ശരീരം അതിന് പാകപ്പെടണം. അത്തരത്തിൽ പാകപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ധന്യതയിലേക്ക് വരുന്നത്. തീർത്ഥാടനം, ഗുരുവരുൾ ചെയ്ത തീർത്ഥാടനം നമുക്കറിയാം, അറിവിന്റെ തീർത്ഥാടനം എന്ന് പറയുന്നു. എല്ലാ തീർത്ഥാടനങ്ങളും അറിവിന്റേതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുണ്യതീർത്ഥവുമായി അവിടെ പോയി ഭഗവാനിൽ അർപ്പിച്ച് അതിന്റെ എന്താ പറയാ, അത് ഭഗവാനിൽ അഭിഷേകം നടത്തി അത് ബാക്കി നമ്മൾ വാങ്ങി സേവിക്കുമ്പോൾ ആ സേവിക്കുന്നതിലൂടെ മാത്രമല്ല നമുക്ക് പുണ്യമുണ്ടാകുന്നത്. നമ്മൾ പോകുമ്പോൾ ഈ നാടും നഗരവും ശ്രീനാരായണ മന്ത്രമുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. പരസ്പരം സംസാരിക്കരുത്. നമ്മൾ പോകുന്ന വഴി മഹാഗുരുവിന്റെ മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടായിരിക്കണം പോകേണ്ടത്. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഈ രാജവീതിയിൽ ഉണ്ടാവണം. അച്ചടക്കം നമ്മൾ പാലിക്കണം. ഓരോരുത്തരും പോകുമ്പോഴും നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ ചിലപ്പോൾ വഴിയറമ്പിൽ വെള്ളം കിട്ടിയേക്കാം. ഒരു കുപ്പി വെള്ളം കയ്യിൽ കിട്ടുമ്പോൾ കുടിച്ചിട്ട് വലിച്ചൊരൊറ്റ എറിയരുത്. ശുദ്ധി അവിടെയാണ് ഓർക്കേണ്ടത്. പഞ്ചശുദ്ധി പാലിക്കണം. അപ്പോ ഈ വഴിയറമ്പിലൂടെ പോകുമ്പോ വലിച്ചെറിയരുത്. ഇനി നമ്മുടെ കയ്യിൽ വെള്ളം കിട്ടുമ്പോൾ ഒരു കുപ്പി ഇഞ്ഞതാ പൊട്ടിക്കേണ്ടെങ്കിൽ അന്നേര് മുന്നിൽ നിൽക്കുന്ന ആള് കുടിച്ചോ പുറകെ നിൽക്കുന്ന ആള് കുടിച്ചോ എന്ന് ചോദിക്കാതെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകരുത്. മുന്നിലോട്ടും പുറകിലോട്ടും ഒരു നോട്ടം വേണം. അപ്പോ അരുളിന്റെ, അൻപിന്റെ, അനുകമ്പയുടെ, ദയയുടെ ഒക്കെ ആ പൊരുളുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ തീർത്ഥാടനം നടത്തുന്നത്. മനസ്സിന്റെ മനോമാലിന്യങ്ങളെയൊക്കെ തുടച്ചു നീക്കി പുണ്യതയിലേക്കുള്ള പവിത്രമായ യാത്രയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഒരു നവീകരണമാണ് തീർത്ഥാടനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ തീർത്ഥാടന പുണ്യം നുകരുവാൻ ഇവിടെ ആതിഥേയം അരുളുന്ന നമ്മുടെ ഇരുവല്ലൂർ ശാഖയും അതോടൊപ്പം തന്നെ ഇത് എത്തിച്ചേരുന്ന നമ്മുടെ പുതുപ്പള്ളി ശാഖയും എല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു സൗഹൃദത്തിന്റെ നാളുകൾ പങ്കിട്ടുകൊണ്ട് എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഐക്യത്തോട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ഇത്തരത്തിലുള്ള
അനുഷ്ഠാനങ്ങളും അതിലേറെ ശ്രദ്ധേയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തീർത്ഥത്തിൽ ആറാടി ഭഗവാന്റെ പുണ്യമുണ്ടാകട്ടെ, നല്ല മനസ്സുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, എല്ലാവിധമായ ഉത്സവാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഇളനീർ തീർത്ഥാടന പരിപാടികൾ ഔപചാരികമായി ഗുരുദേവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ആദ്യകാല സമർപ്പണം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് പരമേശ്വരൻ സാറ് വനിതാ സംഘം പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ട് നടത്തുകയാണ്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഇരുവനല്ലൂർ ശാഖ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. രമേശൻ ചേട്ടൻ ഇവിടെ പറയുകയുണ്ടായി, പുതുപ്പള്ളി ശാഖയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പഞ്ചലോക പ്രതിഷ്ഠയുടെ കഴിഞ്ഞതിന് ശേഷം 10 വർഷമായി ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഇളനീർ തീർത്ഥാടനം ആരംഭിച്ചത് വളരെ ഏറെ സൗഹാർദ്ദമായും സ്നേഹത്തോടും എല്ലാ വിവിധ കർമ്മങ്ങളോടും കൂടി ഇവിടെ നിന്ന് ഭംഗിയായിട്ട് ഇരുവനല്ലൂർ ശാഖായോഗം ഇത് അംഗീകരിച്ച് നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങളോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ളത് ആ ഒരു വാക്ക് തന്നെ ഞങ്ങൾക്ക് ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു വാക്കാണ് രമേശൻ ചേട്ടനിവിടെ പറഞ്ഞത്. തീർച്ചയായും പുതുപ്പള്ളിയുടെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഈ ഇളനീർ തീർത്ഥാടനം ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ എല്ലാ അംഗങ്ങളും അതിനെ അനുകൂലിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഇളനീർ തീർത്ഥാടനത്തിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ഏകലോക മാനവികതയുടെ ദർശനവും ഗുരുവിന്റെ മഹത്വവും ഗുരുവിന്റെ മൂല്യങ്ങളുമൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ഈ ചടങ്ങ് ഇവിടെ നിന്ന് നടത്തുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പുണ്യമാണ്. തീർച്ചയായും ഗുരുവിന്റെ മഹത്വവും ഗുരുവിന്റെ ദർശനങ്ങളും ഒക്കെ ഇന്ന് ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമുക്ക് അഭിമാനിക്കാവുന്ന വലിയ കാര്യം തന്നെയാണത്. തീർച്ചയായും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നാളിൽ വത്തിക്കാനിൽ നടന്ന സർവമത പാർലമെന്റ്. തീർച്ചയായും ഏതാണ്ട് 15 ലോകരാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിലുമൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സാന്നിധ്യത്തിലുമൊക്കെ നമ്മുടെ സന്യാസി ഭൂര്യന്മാർ ഉൾപ്പെടെ അനേകം വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് ഗുരുദേവന്റെ കൃതിയായ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സർവമത പാർലമെന്റിന് ഉദ്ഘാടനം ആരംഭിച്ചതെന്ന് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന വലിയ കാര്യം തന്നെ, ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. തീർച്ചയായും ലോകമെമ്പാട് ഗുരുവിന്റെ തത്വങ്ങളും മൂല്യങ്ങളും വചനങ്ങളും ഒക്കെ പ്രചരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന ഈഴവ സമുദായത്തിലുള്ള അംഗങ്ങൾ ഗുരുവിന്റെ ഈ വചനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ആത്മപരിശോധന നടത്തുന്നത് ഏറെ നല്ലതായിരിക്കും ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഗുരുവിന്റെ എല്ലാ കർമ്മപരിപാടികളും പുതുപ്പള്ളി ശാഖയുടെ തിരുവുത്സവത്തിനും ഒക്കെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ശ്രീനാരായണീയർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും ഒക്കെ എല്ലാ സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യമൊക്കെ ഈ പുണ്യ തീർത്ഥാടനം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുവനല്ലൂർ ശാഖായോഗത്തിലെ ശാഖാ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരിൽ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാഥനാമം ജയിക്കട്ടെ. നമ്മുടെ ഈ ഘോഷയാത്രയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ശാഖയുടെ യുവന്യായ വൈസ് പ്രസിഡന്റ് ശ്രീ PS രാജീവ് എല്ലാവരും ശാഖാ ജനറൽ സെക്രട്ടറി VN രമേശ് അവരുടെ നമ്മുടെ ചങ്ങനാശ്ശേരി യൂണിയന്റെ പ്രിയങ്കരനായ സെക്രട്ടറി സുരേഷ് ദേവതൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച്
പരിപാവനമായ ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഭക്തി നിർഭരമായ ഇളനീർ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിശ്വസഹോദര്യത്തിന്റെയും സന്ദേശമരുളിയ ലോകാരാധനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പുതുപ്പള്ളി ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പവിത്രമായ ഇരുവിനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഇളനീർ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. ഭഗവാന് നീതിക്കുവാനുള്ള ഇളനീരും കൈകളിലേന്തി അഷ്ടാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഇളനീർ തീർത്ഥാടനം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. പഞ്ചലോക പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവൈഭവ പരിപാടികളോടനുബന്ധിച്ച് ദേവതൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പരിപാവനമായ ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഭക്തി നിർഭരമായ ഇളനീർ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. ഭക്തിനിർഭരമായ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. സോദരത്വേന വാഴുന്ന ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. ദേവതൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പരിപാവനമായ ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഭക്തി നിർഭരമായ ഇളനീർ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിശ്വസഹോദര്യത്തിന്റെയും സന്ദേശമരുളിയ പുതുപ്പള്ളി തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ നൽകും ഗുരുദേവ നാമത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വിശ്വദാർശനികനും യോഗാരാധ്യനുമായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ഭക്തിനിർഭരമായ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്.
ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ പരിപാടികളോടനുബന്ധിച്ച് തിരുവേറലൂർ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഭക്തിനിർഭരമായ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ ദേവതൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പരിപാവനമായ ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും പിന്നെ നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ ശരിയാകുമോ? ഇരുവനല്ലൂർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഭക്തിനിർഭരമായ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. തീർത്ഥാടകർക്ക് ദാഹജലം വിതരണം നടത്തിയ പുതുപ്പള്ളി സമഭാവനയുടെ എല്ലാ പ്രവർത്തകർക്കും ഗുരുദേവ നാമത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വീതിയിലൂടെ കടന്നു വരുന്നത് ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതിനുള്ള ഇളനീരും കൈകളിലേന്തി അഷ്ടാക്ഷരി മന്ത്രങ്ങളിലൂടെ കടന്നു വരുന്നത്. അതെ അതെ അതെ. ഭക്തിനിർഭരമായ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. തീർത്ഥാടകർക്ക് ദാഹജലം ക്രമീകരിച്ച പുതുപ്പള്ളി മൊബൈൽ കെയറിന്റെ ഉടമ ശ്രീ അരുണൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഗുരുദേവ നാമത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈശ്വര സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പുതുപ്പള്ളി ശ്രീനാരായണ ഭക്തിനിർഭരമായ തീർത്ഥാടന ഘോഷയാത്രയിലായി വീതിയിലൂടെ കടന്നു വരികയായി. തൃപാദങ്ങളുടെ ആത്മീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പുതുപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ
Yeah.